ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത ഐറ്റംസ് നിങ്ങളെന്ന് കാണിക്കാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് പാഴ്സൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഒരു പാഴ്സലാണ്. പിന്നെ എന്താ പറയുക, ഇത് പിന്നെ എനിക്ക് ഈ ഒരു പാഴ്സൽ, പിന്നെ ഒരു പാഴ്സൽ. ഇത്രയും പാഴ്സലുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ബട്ട് ഈ പാഴ്സലുകളുടെ വിലയൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ഗിഫ്റ്റ് ഐറ്റമാണ്. അപ്പം ഞാൻ അത് പറയത്തില്ല. അപ്പം എന്താ പറയുക, എൻ്റെ സാധനത്തിന് പൈസ മാത്രം ഞാൻ പറയാം കേട്ടോ. നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഓരോ സാധനങ്ങൾ. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പം അതിനുവേണ്ടി മേടിച്ചതാണ്. അപ്പം എന്താ പറയുക, അപ്പം ഇതൊരു നല്ല ഉടുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് കാരണം ഞാൻ മേടിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ പറയണം, ഇത് ഒരു കുഞ്ഞുടുപ്പാണ്, 1 വയസ്സുള്ളൊരു കുട്ടിയുടെ. അപ്പം എനിക്കിത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ സൈസ്. ഇതാണ് കുഞ്ഞത്, നല്ലൊരു ഡിസൈനാണ്. ഇത് എംബ്രോയ്ഡറി ഒന്നും അല്ല കേട്ടോ, ഇത് എന്താ പറയുക, ഇത് പ്രിൻറ്റഡ് വർക്ക് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുണ്ട്, കാണാൻ വേണ്ട നിങ്ങൾക്ക്. ഞാനിങ്ങനെ പതുക്കെ പൊക്കി, ഇതിനകത്തൊരു ബോയൊക്കെ ഇവിടെ ഉണ്ട്, നല്ല ഭംഗി. ഇതൊരു സിൽക്കി ടൈപ്പ് ഉടുപ്പാട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല തിക്കാണ്, നല്ല ചൂടൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ ഞാൻ വേറൊരു ഉടുപ്പും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഉടുപ്പാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഒരെണ്ണം അത് ഞാൻ എന്താ പറയുക, ഷീനിന്ന് മേടിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റാണി ചേച്ചിയുണ്ട്, ഒരു റോസ് സെലക്ഷനിലെ റാണി ചേച്ചി, നമ്മുടെ റാണി സോൾട്ട് ആൻഡ് പെപ്പർ ചാനൽ നടത്തുന്നത്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അത് കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ 2 സാധനങ്ങളാണ് എനിക്ക്. അപ്പോൾ ആ കൊച്ചിൻ്റെ സാധനം ഞാൻ കാണിക്കുകയാണ് ഒരുമിച്ച്. അപ്പം ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാ സ്ഥലത്തും. അപ്പം ഇത് ആണ് അതിൻ്റെ ഉടുപ്പ്. ഞാനിത് എവിടെയൊക്കെയോ കയറി എനിവേ. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞുടുപ്പാണ്. അപ്പോൾ വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ വിഷുവിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പും കൂടെ, ഒരു മോഡേൺ ഡ്രസ്സും ഒരു വിഷുവിനുടുപ്പ് ഇടാൻ പറ്റുന്ന ഒരു ഉടുപ്പും, അങ്ങനെ 2 ഉടുപ്പാണ് മേടിച്ചത്. ഇവിടെ കെട്ടി വെക്കുന്ന ഇതാണ്, കുഞ്ഞു വച്ചല്ലേ. അപ്പോൾ ഇത് മതിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു, 1 വയസ്സല്ലേ ഉള്ളൂ. അപ്പം അടിയിലിങ്ങനെ ഒരു ലെയറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഉടുപ്പിരിക്കുന്നത്, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കും ഇത്. ഓക്കെ, അപ്പം ഇതാണ്. വിലയൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇതൊരു ഗിഫ്റ്റാണ്, അതുകൊണ്ട്. ഓക്കെ, അപ്പം അതാണ് ഒരു സാധനം. ഓക്കെ, ഇനി അടുത്ത സാധനം അതെനിക്കുള്ളതാണ്. അതിൻ്റെ വില തീർച്ചയായിട്ടും പറയാം. അത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു കുർത്ത പോലത്തെയാണ്. എനിക്ക് റെഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് റെഡും പിങ്ക് ഒരു കളറാണ്. അപ്പോൾ ഇത് പാകം ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെയാണ് തുറക്കുന്നത് നോക്കട്ടെ. ഇവിടെയാണ് തുറക്കണേ. അപ്പം ഇതിൻ്റെ വില എന്താണെന്ന് ഞാൻ പറയാം. ഇത് എനിക്ക് പറയാം, ഇത് എൻ്റെ സാധനമാണല്ലോ, ഞാൻ ആർക്കും കൊടുക്കാനല്ല, അത് കാരണം ഞാൻ പറയാം. അപ്പം എന്താ പറയുക, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇതാണ് ഡിസൈൻ. അപ്പം നിങ്ങളെ ഞാൻ കാണിക്കാം. ഡിസൈൻ നിങ്ങൾ കണ്ടോ, ഒരു ഗോൾഡൻ വർക്കൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഗോൾഡൻ വർക്ക്. എനിക്കിങ്ങനെ വർക്കൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. ഇതുണ്ടോ ഇങ്ങനത്തെ. അപ്പം ഇത് 17.5 പൗണ്ടാണ്. അത് 17 പൗണ്ട് 15 പെൻസ്. ഓക്കെ, അതാണ് അതിൻ്റെ വില. അപ്പം ഇത് ഞാനൊന്ന് പറ്റുവാണെങ്കിൽ ഇട്ട് കാണിക്കാം. ഓക്കെ, അപ്പം അത് ഒന്ന്. പിന്നെ വേറൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചാണ്, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ലാമ്പ് എന്നാണ്. അപ്പം ഇത് എന്താ പറയുക, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് 18 ഇയേഴ്സ് ഓൾഡ് അതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതിങ്ങനെ ഒരു ഇതാണ്. അത് എനിക്കത് ഓൺ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത് എനിക്കിപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അപ്പം നിങ്ങൾക്കത് കാണാം. അപ്പം ഇവിടെ ഒരു ഫിലിമുണ്ട്, അത് നമ്മൾ ഊരിയിട്ട് ഇതൊരു ലാമ്പാണ്. അപ്പം ലാമ്പുമാണ്, എന്നാൽ 18 ഇയേഴ്സിൻ്റെ ഒരു ഇതാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഉണ്ട് ബോക്സിൽ കാണാമല്ലോ അല്ലേ. അപ്പം ഇത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ സാധനത്തിലേക്ക് ഇത് ഘടിപ്പിക്കുക. ഓക്കെ, ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കുക.
ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യുക. ഇത് ബെഡ് സൈഡ് ലാമ്പാണ്, അപ്പോൾ ഇത് തെളിഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് ഭംഗി കാണാം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, ഇതിൻ്റെ ഫോട്ടോ ഞാനിതിനകത്ത് ആക്കുക കേട്ടോ. അപ്പം ഇതൊരു നല്ലൊരു ഗിഫ്റ്റ് ഐറ്റമാണ്. 18 വയസ്സായ ബോയ്സ് ഓർ ഗേൾസിന് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അപ്പം അവരുടെ ലൈഫിൻ്റെ ഒരു ഇതും പിന്നെ ഒരു ഇങ്ങനെ വിഷമം ഒക്കെ ഉള്ളപ്പം അതൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു ഇതാണ് ആ വാക്കുകൾ കൊണ്ട്. ഇപ്പം മനുഷ്യൻ്റെ എന്താ പറയുക, ആരോടും ഷെയർ ചെയ്യത്തില്ലല്ലോ വിഷമങ്ങളൊക്കെ. അപ്പോൾ പെട്ടെന്നാണ് എല്ലാവർക്കും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്താ പറയുക, ഇത് ഒന്ന് ഇതൊക്കെ ഇങ്ങനെ കണ്ട് അവർക്ക് ഒന്നൊരാശ്വാസമൊക്കെ ആകുന്നതൊക്കെ നല്ലതല്ലേ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പം ഇതിൻ്റെയും വില പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് ഗിഫ്റ്റ് ഐറ്റം. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇത്ര വിലയൊന്നുമില്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കാണത്തില്ല. പിന്നെ രണ്ടാമത് മേടിച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാവേ. പെർഫ്യൂമാണ് ബോയ്സിൻ്റെ. അപ്പം എന്താ പറയുക, ഇത് ഡേവിഡ് ബെക്കം ഇഡു പെർഫ്യൂം 50 ml പെർഫ്യൂമും ഡിയോ ബോഡി സ്പ്രേ ഡിയോഡ്രൻറ്റ് 150 ml അതാണിത്. അപ്പോൾ ഡേവിഡ് ബെക്കാമിൻ്റെയാണ്. അപ്പം നല്ലതായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഞാൻ മേടിച്ചത്. കാരണം ബോയ്സിനൊക്കെ ഉണ്ടല്ലോ ഗിഫ്റ്റ് എന്താ മേടിക്കേണ്ടത് നമുക്കൊരു കൺഫ്യൂഷനാണ്. അതും ടീനേജേഴ്സാണ്, ഇപ്പം അഡൾട്ടായി, ഓക്കെ 18 ഇയേഴ്സായി. അപ്പം നമ്മൾ മേടിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ പെർഫ്യൂമൊക്കെ ഓക്കെ ആയിരിക്കും, നല്ല ബ്രാൻഡാണല്ലോ ഡേവിഡ് ബെക്ക എന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചോട്ടോ. അപ്പം അതാണ് ഒരു ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നിത് പാക്ക് ചെയ്യണം, നാളെയാണ് ബർത്ത്ഡേ. പക്ഷേ വീഡിയോ ഞാൻ അത് പിന്നെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. വേറൊരു ബർത്ത്ഡേ കണ്ട ഒരു കൊച്ചിനുണ്ടെന്നോ അല്ലേ, അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പേഴ്സണലായിട്ട് ഞാൻ മേടിച്ചതാണ്. ബിക്കോസ് ഞാൻ 2 അണ്ടർവെയർ മേടിച്ചു. ബിക്കോസ് ആക്ച്വലി ഇത് ഞാൻ മേടിച്ചത് എൻ്റെ സർജറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. സർജറി കഴിഞ്ഞ് എൻ്റെ ഈ ബെല്ലിയുടെ താഴെയാണല്ലോ നമ്മുടെ സർജിക്കൽ ഇൻസിഷൻ ഉള്ളത്. അപ്പം നമ്മൾ നോർമൽ അണ്ടർവെയർ ഇട്ടാൽ അതിൻ്റെ താഴെ അതിങ്ങനെ മുട്ടുമ്പോൾ ഭയങ്കര പെയിനാണ്. അത് കാരണം ഞാൻ അതിൻ്റെ തോങ് കുറച്ച് വലുതായിട്ടുള്ളതാണ് മേടിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് മോഡൽ കോട്ടൺ എലാസ്റ്റേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിത് തുറന്നിട്ട് കാണിക്കാം കേട്ടോ. ഇത് അങ്ങനെ സർജറിയൊക്കെ ചെയ്യുന്നവർക്ക്, നമ്മൾ സാധാരണ അണ്ടർവെയർ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാനിത് കാണിക്കാം. എനിക്ക് ഈ ഡിസൈനും എംബ്രോയ്ഡറിക്കുള്ള ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പം ഇതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നീളം നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത്ര നീളമുണ്ട്. കാലിൽ നല്ല ലേസൊക്കെയുള്ള നല്ലൊരു സാധനമാണ് കേട്ടോ. നല്ല സപ്പോർട്ടീവാണ് ഈ ഭാഗത്ത്, കണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല സപ്പോർട്ടീവാകും നമ്മുടെ വയറിന് സർജറിയൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതാണ് ഒന്ന്. അതിൻ്റെ വില ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ മൊബൈലിൽ നോക്കണം, മൊബൈൽ എടുത്തുകൊണ്ട് വന്നില്ല. അപ്പം ഞാനത് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതിൻ്റെ വില സ്ക്രീനിൽ എഴുതി കാണിക്കാം കേട്ടോ. ഞാൻ അതുപോലെ തന്നെ വേറൊരു ഇതുകൂടെ മേടിച്ചു, അത് ഇച്ചിരി വലുതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ബാഗിലാണ് ഇരിക്കുന്നത്. ബ്യൂട്ടി പ്ലാൻ ഫോർ യു, നോക്കട്ടെ. അപ്പം ഇത് ഒരെണ്ണമാണോ 2 എണ്ണമാണോന്ന് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി കേട്ടോ. ഇത് ഒരെണ്ണം തന്നെയാണ്, 2 എണ്ണമൊന്നുമല്ല, തോന്നുന്നു നമുക്ക് 2 എണ്ണമാണ്. ഇത് ഇതുപോലെ തന്നെ വലുതാണ്, നല്ല ഡിസൈനുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സിപ്പൊക്കെയാണ്, സിപ്പും ഉണ്ട്, ഇവിടെ ഇങ്ങനെ ഹുക്കും ഉണ്ട് കേട്ടോ. ആക്ച്വലി സിപ്പ് ആൻഡ് ഹുക്ക്, നിങ്ങൾക്ക് ഹുക്ക് വേണമെങ്കിൽ ഹുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, സിപ്പ് വേണമെങ്കിൽ സിപ്പ് ഇടാം. അപ്പോൾ ഇത് താഴെ വരെ തുറക്കാൻ പറ്റുന്നതാണ്. വേണ്ട, താഴെ വരെ ഇല്ല, ഇവിടെ വരെ തുറക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. അപ്പം ഈ സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് ഇങ്ങനെയുള്ള സാധനം ഉപകാരപ്രദമാകും. പിന്നെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ. ഉടുപ്പൊന്ന് ഇട്ട് ഇതിൻ്റെ ഞാനൊന്ന് ജസ്റ്റ് എനിക്കിത് പാകാണെന്ന് മാത്രം ഒന്ന് ഇട്ട് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വണ്ണമൊക്കെ ഒത്തിരി കുറഞ്ഞു. ഞാൻ 68 ആയിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 8 കിലോ കുറഞ്ഞ് 60 ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൈസ് ഞാനിപ്പം 2-3 ഉടുപ്പിട്ടിട്ടുണ്ട്. എനിക്ക് മുകളിൽ കൂടെ ഇടുന്നതുകൊണ്ട് കറക്റ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കണം.
ഇവിടെ ഇച്ചിരി ടൈറ്റായ പോലെ തോന്നുന്നുണ്ട്, ബിക്കോസ് ഞാൻ എൻ്റെ ഉടുപ്പിന് മുകളിൽ കൂടെ ഇട്ടുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമോ? നീളം ഒക്കെ ആണെങ്കിലും ഇത്രയാണ് കേട്ടോ നീളം. അപ്പം ഇതിന് വള്ളിയൊക്കെ ഉണ്ട് കെട്ടാം. ഓക്കെ, അപ്പം ഞാൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് ഒന്ന് ഇട്ട് നോക്കും കുറച്ച് കഴിയുമ്പോൾ ഒന്നും കാണാം. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.